വാമോസ് അർജന്റീന അർജന്റീന ഗംഭീരമായി തുടങ്ങി. അതിഗംഭീരമായി അർജന്റീന ലോകകപ്പിന് കിക്ക് ഓഫ് ആക്കുകയാണ്. ആ ടീമിന്റെ ഇന്നത്തെ പ്രകടനം അത് മാജിക്കലായിരുന്നു. അൾജീരിയയെ 3-0 തകർത്തു. ആരാണ് മുന്നിൽ? ലയണൽ മെസ്സി തന്നെ, മറ്റാര്? ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിൽ അർജന്റീന അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ലോകകപ്പിൽ അത്യുഗ്രൻ തുടക്കം സ്വന്തമാക്കിയത്. കഴിഞ്ഞ ലോകകപ്പിൽ ഖത്തറിൽ തോൽവിയോടുകൂടി തുടങ്ങിയതാണ് അർജന്റീന. എന്നിട്ട് അവസാനിച്ചത് ലോക കിരീട നേട്ടത്തിലാണ്. ഇത്തവണ പതിവില്ലാത്ത മട്ടിൽ അർജന്റീന ഒരു ടൂർണമെന്റിന് തുടക്കത്തിൽ കാണിക്കാറില്ലാത്ത ഒത്തിണക്കം ഇന്ന് കാണിച്ചു. വളരെ ക്ലിനിക്കലായിരുന്നു, പ്രൊഫഷണൽ ആയിരുന്നു അർജന്റീനയുടെ ഇന്നത്തെ ഓരോ മിനിറ്റുകളും ഓരോ നീക്കങ്ങളും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതാണ് അർജന്റീന ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന പ്രധാനപ്പെട്ട കാര്യവും. അതിൽ ഏറ്റവും ശ്രദ്ധേയം ലയണൽ മെസ്സിയുടെ ഹാട്രിക് ആണ്. ലോകകപ്പിൽ ഇതുവരെ ലയണൽ മെസ്സിക്ക് ഒരു ഹാട്രിക് സ്വന്തമായിരുന്നില്ല. ഇല്ലാത്ത നേട്ടങ്ങൾ എല്ലാം ഒന്നൊന്നായി എത്തിപ്പിടിക്കുകയാണ് അയാൾ. ഇന്ന് 3 ഗോളുകളുമായി തന്റെ കരിയറിൽ, ലോകകപ്പ് കരിയറിൽ ആദ്യമായി ഹാട്രിക് എന്ന നേട്ടത്തിലേക്ക് ലയണൽ മെസ്സി എത്തി. അപ്പോൾ മിറോസ്ലാവ് ക്ലോസെ എന്ന എക്കാലത്തെയും ഗോൾ വേട്ടക്കാരിൽ ഒന്നാമനായിരുന്ന ആൾക്കൊപ്പം മറ്റൊരു പേരും ലയണൽ ആന്ദ്രേസ് മെസ്സി. മെസ്സി 16 ഗോളുകളുമായിട്ടാണ് ലയണൽ മെസ്സി ഇപ്പോൾ മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം തന്റെ ലോകകപ്പ് കരിയറിലെ ലോകകപ്പ് നേട്ടം അനുമതാക്കി. ദൃശ്യം കാണാം, കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. കോഴിക്കോട് ഗോൾ പിറന്നപ്പോൾ ആ മിനി സ്റ്റേഡിയത്തിലുണ്ടായ ആവേശം ഒരിക്കൽ കൂടി കാണാം. വൻ ആഘോഷമാണ് ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ. എവിടെ തിരിഞ്ഞാലും വാമോസ് അർജന്റീന, വാമോസ് ലയണൽ മെസ്സി വിളികൾ മാത്രം. അർജന്റീനയുടെ ആരാധകർക്ക് ഇതിലും നല്ലൊരു തുടക്കം ഒരു ലോക ടൂർണമെന്റിൽ ലഭിക്കാനില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അർജന്റീന ആരാധകർ എന്താഗ്രഹിച്ചോ, ആൽബി സെലസ്റ്റയിൽ നിന്നും എന്തു പ്രതീക്ഷിച്ചോ അതിന്റെ 100 മടങ്ങാണ് ഇന്ന് അൾജീരിയക്കെതിരായിട്ടുള്ള മത്സരത്തിൽ അർജന്റീന കാഴ്ചവെച്ചത്. ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനക്കാരാണ് അർജന്റീന. അൾജീരിയ 31-ാം സ്ഥാനക്കാരും. ആ റാങ്കിങ്ങിലെ അന്തരം ഒരുപക്ഷെ വരും മത്സരങ്ങളിൽ നമുക്ക് വ്യത്യാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടൂ. കാരണം അർജന്റീനയുടെ ആ മാജിക്കൽ ടച്ച്, ആ മജീഷ്യൻ ലയണൽ മെസ്സി ഉള്ളപ്പോൾ എങ്ങനെ എതിർ ടീമുകൾക്ക് പോരാടാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് അൾജീരിയയുടെ നിശബ്ദത. അൾജീരിയയ്ക്ക് ഒരു തരത്തിലും മത്സരത്തിലാകെ ഒരു ഓഫ് സൈഡ് ഗോൾ പിറന്ന ആ മൊമെന്റിൽ അല്ലാതെ അൾജീരിയയ്ക്ക് ഈ മത്സരത്തിൽ കാര്യമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. അതിനേക്കാളും ഒക്കെ എത്രയേറെയാണ് ലയണൽ മെസ്സിയുടെ ഹാട്രിക് നേട്ടത്തിന്റെ ആവേശം, ആഘോഷം. ലോകകപ്പിൽ, ലോകകപ്പ് ചരിത്രത്തിലെ ഗോൾ വേട്ടക്കാരനിൽ 1-ാം സ്ഥാനത്തെത്തി. ലോകകപ്പിൽ ആദ്യമായി ഹാട്രിക് നേടുന്ന സാഹചര്യം ലയണൽ മെസ്സി സ്വന്തം കരിയറിൽ ഒതുക്കി. അങ്ങനെ അൾജീരിയക്കെതിരായിട്ട് മത്സരം എന്തുകൊണ്ടും അർജന്റീന ആരാധകർ ഏറെ നാൾ ഓർത്തുവെക്കുന്ന സാഹചര്യം. 27 ലോക മത്സരം എന്നാണ് അർജന്റീനയുടെ നായകൻ. 16 ഗോളുകളുമായി ഇപ്പോൾ ഗോൾ വേട്ടയിൽ 1-ാം സ്ഥാനത്ത്. മിറോസ്ലാവ് ക്ലോസയും ഒപ്പമുണ്ട്. റൊണാൾഡോ, ഗർഡ് മുള്ളർ, കിലിയൻ എംബാപ്പെ ഇവരാണ് പിന്നീടുള്ള സ്ഥാനങ്ങളിൽ. 200-ാമത്തെ മത്സരമായിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സിക്കുന്ന. ആകെ അർജന്റീനയ്ക്ക് വേണ്ടി അയാൾ സ്കോർ ചെയ്തിട്ടുള്ളത് 120 തവണയാണ്. 120 ഗോളുകൾ അർജന്റീനയ്ക്ക് വേണ്ടി മാത്രം. 27 ഗോളുകൾ, 27 കളികൾ ലോകകപ്പിൽ, അതിൽ 16 ഗോളുകൾ. അനുപമമായിട്ടുള്ള റെക്കോർഡുകൾ, നേട്ടങ്ങൾ സ്വന്തമാക്കിയ ആ മനുഷ്യന്റെ പ്രയാണം തുടരുകയാണ്. പ്രായമായില്ലേ, കളി നിർത്താറായില്ലേ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയായിരുന്നു ഇന്ന് അർജന്റീനയ്ക്ക് വേണ്ടി ലയണൽ മെസ്സി കാഴ്ചവെച്ചത്. ഏറ്റവും ഫിറ്റായി ആ കളത്തിൽ ഓടിക്കളിച്ചത് ലയണൽ മെസ്സിയാണ്. ലയണൽ മെസ്സി ഹാട്രിക് നേടിയതും ലയണൽ സ്കലോണി അദ്ദേഹത്തെ പിൻവലിച്ചു. കാരണം ജയമുറപ്പാക്കി, നായകൻ ഹാട്രിക്കും നേടി. ഇനി എന്തിന് എന്നുള്ള ചോദ്യം. അങ്ങനെ തന്നെ ലയണൽ മെസ്സിയെ വളരെ ഭദ്രമായി തിരികെ വിളിച്ചു കയറ്റുകയും ചെയ്തു ലയണൽ സ്കലോണി. ഇനിയുള്ള മത്സരങ്ങളിൽ പൂർണ്ണമായും കായികക്ഷമതയോടെ മെസ്സിയെ നിലനിർത്താൻ അർജന്റീന എല്ലാ തരത്തിലും പിന്തുണയ്ക്കുന്നു. അർജന്റീന ടീമംഗങ്ങളുടെ ഗെയിമും കഴിഞ്ഞ ലോകകപ്പിന്റെ തുടർച്ചയെന്നോണം എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ലോകകപ്പിൽ ഖത്തറിൽ
എല്ലാവരും അർജന്റീനയിലെ താരങ്ങൾ ഓരോരുത്തരും ലയണൽ മെസ്സിക്ക് വേണ്ടി കളിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇത്തവണയും മാറ്റമില്ല. എല്ലാ പന്തുകളും ലയണൽ മെസ്സിയെ തേടുകയാണ്. എല്ലാ കണ്ണുകളും അർജന്റീനയുടെ കളത്തിലുള്ള മറ്റ് 10 പേരും ഒരു തവണ പന്ത് ടച്ച് ചെയ്യുമ്പോൾ മെസ്സി എവിടെ എന്ന് നോക്കിയാണ് ഓരോ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് അൾജീരിയക്കെതിരെ. അങ്ങനെ ലഭിച്ച അവസരങ്ങളിൽ ഒന്ന് മാത്രമാണ് ലയണൽ മെസ്സിക്ക് നഷ്ടമാക്കിയത്. അത് ലൂക്ക സിദാന്റെ ഒരു മനോഹരമായിട്ട് സേവ്. മുന്നിൽ ഗോൾ കീപ്പർ മാത്രമുള്ളപ്പോൾ ഒരു അവസരം ലഭിച്ചു ലയണൽ മെസ്സിക്ക്. പക്ഷേ ഒരു ടച്ച് കൂടി എടുത്ത ശേഷം ഷോട്ട് ഉതിർത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലയണൽ മെസ്സിയുടെ പേരിൽ ഇന്ന് 4 ഗോളുകൾ ആവുമായിരുന്നു. പക്ഷേ അതിലും നിരാശയില്ല. കാരണം മെസ്സി മാജിക്, മെസ്സിയുടെ ഹാട്രിക് ഈ ദിവസം ഉറങ്ങാതെ കാത്തിരുന്നവർക്ക് അത് ആഘോഷത്തിന്റെ ദിവസമാണ്. ഇനി ആ നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ അവർക്ക് ഉറങ്ങുകയും ചെയ്യാം. ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ ആഘോഷത്തിലാണ്, വലിയ ആഘോഷത്തിൽ. CV അനുമോദ് മലപ്പുറം കേരളത്തിന്റെ ഫുട്ബോളിന്റെ മക്കയിൽ നിന്ന് CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, രാത്രി ഫ്രാൻസിന്റെ കളി തൊട്ട് കാത്തിരിക്കുന്ന ആരാധകരാണെന്നറിയാം. ഉറക്കക്ഷീണം ഉണ്ടാകും. അവരെ വീട്ടിൽ പോകാൻ അനുവദിക്കണം എന്നുള്ളത് ശരി തന്നെ. പക്ഷേ എങ്കിലും അവരുടെ ആവേശം നമുക്കൊന്ന് അറിയണം. എന്താണ് അവർ പ്രതീക്ഷിച്ചത്? ഈ അർജന്റീന സംഘത്തെ തന്നെയല്ലേ? എനിക്ക് തോന്നുന്നു അനുമോദന് കേൾക്കാൻ കഴിയുന്നില്ല തോന്നുന്നു. അർജന്റീന ആരാധകർ അവിടെ കാത്തിരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? പ്ലീസ്. അർജന്റീന ആരാധകർ അവിടെ അനുമോദ് ചേരും നമുക്കൊപ്പം. അവിടെ മലപ്പുറത്ത് നിന്ന് അർജന്റീന ആരാധകർ തയ്യാറാണ്. അപ്പുറത്തേക്ക് നമുക്ക് കോഴിക്കോട് ദൃശ്യങ്ങൾ കൂടി കണ്ടിട്ട് പോകാൻ തോന്നുന്നു. ആ ദൃശ്യങ്ങളിൽ ആ ആവേശമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ലോകകപ്പ് വേദിയിൽ, ലോകകപ്പിന്റെ വേദി കൻസാസിലാണ് മത്സരം നടന്നതെങ്കിൽ കൻസാസ് സിറ്റിയിൽ ഉയർന്ന ആരവത്തേക്കാൾ വലിയ ആരവമാണ് കോഴിക്കോട് പുത്തൻ ഭാരത്ത് നിന്ന് കേട്ടത്. അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കി ആർത്തു വിളിക്കുകയായിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി. നീലാവെള്ള നിറമണിഞ്ഞ ജേഴ്സിയിൽ അവർ കാത്തിരുന്നു ഈ ജയം കാണാനായി, ലയണൽ മെസ്സിയുടെ ഈ മാജിക് കാണാനായി, ആ മാന്ത്രിക സ്പർശങ്ങൾ കാണാനായി. ലയണൽ മെസ്സിയുടെ കാലുകളിൽ പന്ത് എപ്പോഴൊക്കെ എത്തുമോ അപ്പോഴൊക്കെ ആ സ്റ്റേഡിയം എന്ന പോലെ പുത്തൻപാലത്തെ ആ മിനി ഗ്രൗണ്ടും ഇരമ്പിയാർത്തു. ഇത് പുത്തൻപാലത്തെ മാത്രം കാഴ്ചയല്ല, മലപ്പുറത്ത്, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, കേരളത്തിൽ എവിടെയൊക്കെ മത്സരങ്ങളുണ്ടോ അവിടെയൊക്കെ ഇത് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. CV അനുമോദ് മലപ്പുറത്ത് ചേരുന്നുണ്ട്. അനുമോദ്, ഈ മെസ്സിയുടെ ആ മാന്ത്രിക സ്പർശങ്ങളിൽ ലോകം ത്രസിച്ചിരിക്കുകയാണ്. മെസ്സിയുടെ ഹാട്രിക്കിൽ ആഘോഷ ത്രിമിർപ്പിലാണ് ലോകം. അത് അർജന്റീനയിൽ മാത്രമല്ല, നമ്മുടെ എല്ലായിടത്തും. മലപ്പുറത്തെ കാഴ്ച പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എന്താണ് മലപ്പുറത്തെ ആരാധകർ ഹാപ്പിയല്ലേ? അവർക്ക് ഈ മെസ്സിയല്ലായിരുന്നു വേണ്ടത്? എൽദോ, ആവേശം ആകാശത്തോളം ഉയർന്നിരിക്കുകയാണ്. മെസ്സിയുടെ ഹാട്രിക്ക്, അതോടൊപ്പം തന്നെ അർജന്റീന ആദ്യ കളിയിൽ തന്നെ 3-0 വിജയിച്ചു. അതിൽ തന്നെ 3 ഗോളും മെസ്സിയുടെ കാലിലൂടെയാണെന്നുള്ളതാണ് അർജന്റീന ആരാധകരെ മുഴുവൻ ആവേശത്തിലാക്കുന്നത്. വലിയ സന്തോഷം, വലിയ ആവേശം. എങ്ങനെയുണ്ട്? ഞങ്ങൾ സന്തോഷം. മെസ്സി ഹാട്രിക്ക് നേടിയതും അതിനുശേഷം ഈ വേൾഡ് കപ്പിൽ ടോപ്പ് സ്കോറായിട്ട് 2 ആളാണ്. അതിൽ ഒരാൾ മെസ്സിയാണ്. അപ്പൊ ഈ അർജന്റീനയുടെ ജയം ഞങ്ങൾ സന്തോഷിച്ച് പൊളിക്കാണ്. മൈ ഹെൽത്ത് ഫിറ്റ്നസ് ഒരുമിച്ച്. മൈ ഹെൽത്ത് ഇതിന് മേലെ എന്താ സന്തോഷം വേണ്ടത്? നീ അടുത്തത് ബ്രസീലിന്റെ ആരാധകൻ പറയും. അതായത് ന്യൂ ജേഴ്സിയിലെ ഫൈനലിൽ ഞങ്ങളൊരു ഭാഗത്തുണ്ടാവും. അതൊരു സംശയമില്ല. ഞങ്ങളുണ്ടാവും. ബ്രസീലിന്റെ കപ്പ് ബ്രസീൽ അടിച്ചിരിക്കും തീർച്ചയായിട്ടും. ഈ ഹാട്രിക്ക് വെറും ഷോ മാത്രം. പ്രാവശ്യം കപ്പ് ബ്രസീലില്ല. ഇത് തുടക്കം മാത്രമല്ല, ഇത് തുടങ്ങി ഇതിന്റെ ലാസ്റ്റ് എൻഡ് ഞങ്ങൾ പൊളിച്ച് ട്രോഫി നേടുന്നു. ഫസ്റ്റ് ഹാട്രിക് മെസ്സി സൂപ്പർ 3 ഗോൾ അടിച്ചത്. ഫസ്റ്റ് ഹാട്രിക് നല്ല കളിയായിരുന്നു. ഹാട്രിക് അടിച്ചില്ല മെസ്സി. അടിപൊളിയായിരുന്നു. കണ്ട് യെസ്. മെസ്സി 3 ഗോളും മെസ്സിയാണ് അടിച്ചത്. അടിപൊളി കളിയായിരുന്നു.
ഇനി ഈ കപ്പ് അർജന്റീന കൊണ്ടുപോട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ ഫ്രാൻസിനെ എഴുതാൻ പറ്റില്ല. ഫ്രാൻസ് നല്ല കളിയായിരുന്നില്ല കളിച്ചത്. നല്ല കളിയാണ്. ഇത് സന്തോഷത്തിൽ ഞങ്ങളെ മാഷ വകുന്ന എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്നാണെങ്കിലും എൽദോ വലിയ ആവേശത്തിലാണ് അർജന്റീന ആരാധകരൊക്കെ തന്നെ ഉള്ളത്. കാരണം ആദ്യ കളിയിൽ തന്നെ മികച്ച വിജയം, അതും 3-0. ആ 3 ഗോളും മെസ്സിയുടെ ദൈവപുത്രന്റെ കാലിലൂടെ എന്നുള്ളതാണ് അർജന്റീന ആരാധകരെ മുഴുവൻ ആവേശത്തിലാക്കുന്നത്. ഇനിയുള്ള മത്സരങ്ങളിലൊക്കെ ഇതിന്റെ തുടർച്ച ഉണ്ടാകുന്ന പ്രതീക്ഷയാണ്. അതേപോലെ തന്നെ മറ്റു കളികളിൽ ബ്രസീലിന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ ആരാധകരുണ്ട്. അവരൊക്കെ ഇതൊരു തുടക്കം മാത്രമാണ്, അവസാനം അവർക്ക് നേട്ടം ആവേശവും പങ്കുവെക്കുന്നെങ്കിലും മെസ്സിയുടെ ഹാട്രിക്കിലൂടെ വിജയത്തുടക്കം അർജന്റീന രാജകീയമായി തന്നെ തുടങ്ങിയെന്നതിന്റെ ആവേശമാണ് അർജന്റീന ആരാധകരെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. എൽദോ, മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ആവേശത്തിലാണ്. ഫുട്ബോൾ ആരാധകർ ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഈ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോഴുള്ള ആ സന്തോഷ നൃത്തം കണ്ടോ, ഇതിൽ നിന്നും ബോധ്യപ്പെടും എത്രമാത്രം ത്രസിപ്പിച്ചു ആരാധകരെ, ആ അർജന്റീന ഫാൻസിനെ. മറ്റുള്ള ആരാധകർ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? നിശബ്ദതയാണല്ലോ. എന്താണ് ഈ കൊതിക്കർവ് മാറ്റിവെച്ച് മെസ്സി അംഗീകരിച്ചുകൂടെ എന്നുള്ള ചോദ്യമാണ് ഫുട്ബോൾ ആരാധകർ ഉന്നയിക്കുന്നത്. എന്താണെങ്കിലും ലയണൽ മെസ്സി മാജിക്കിൽ അർജന്റീനയ്ക്ക് ലോകകപ്പിൽ തകർപ്പൻ ജയം.